തൊട്ട് കൂട്ടിനുള്ളിൽ കൺമണിയേ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളി. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ തീ പൂട്ടലും ചോറിന് വെള്ളം വയ്ക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ചോറ് തന്നെയാണ് കേട്ടോ വയ്ക്കണത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. വൈകുന്നേരം എന്തെങ്കിലും പലഹാരമോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇപ്പോൾ രാവിലെയും ഉച്ചക്കലേക്കും ചോറാണ് ആക്കണത്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ അതവിടെ കൂട്ടാൻ വെക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൊടിയിൽ നിന്ന് ഒരു 2-3 കൊത്ത് മുരിങ്ങ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒടിച്ച് പരിപ്പിട്ടിട്ടൊന്ന് കടയാമെന്ന് വിചാരിച്ചു. ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇവിടെ ഇല്ല. ഏട്ടൻ പിന്നെ ആൾ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ 2-3 ദിവസം കഴിഞ്ഞാലേ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചോറിന് കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനില്ലാത്തത് കൊണ്ട് പിന്നെ പലഹാരമൊന്നും വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല പിള്ളേർക്കും എനിക്കാണെങ്കിലും ചോറ് തന്നെയാണ് ഇഷ്ടം. 3 നേരം കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും 3 നേരം ചോറ് കഴിക്കാനുള്ള ഇപ്പോൾ ഒരു മടിയല്ല, എന്നാലും എന്താ പറയുക, ചോറ് കഴിക്കുമ്പോൾ ഒരു മനസ്സിലേക്കൊരു ഇതാണ്, അയ്യോ 3 നേരം ചോറാണല്ലോ കഴിക്കും, ഇനിയിപ്പോൾ അതുകൊണ്ട് വല്ല എന്തെങ്കിലും പിന്നീട് ദോഷങ്ങൾ ഉണ്ടാവുമോ, ഷുഗർ കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഇത്തിരി മെനക്കെട്ടാലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തെ എന്തെങ്കിലും ആക്കും, അല്ലെങ്കിൽ പിന്നെ രാവിലെ എന്തെങ്കിലും ആക്കും. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ചോറ് തന്നെയാണ് കേട്ടോ. ഏട്ടന് പിന്നെ വൈകുന്നേരം ഒരു പൊട്ട് ചോറില്ലെങ്കിൽ മതിയാവില്ല. അതിപ്പോൾ നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ഒരു പൊട്ടി ചോറ് വേണം കേട്ടോ. ഏട്ടന് നിർബന്ധമാണ്. ചപ്പാത്തി കഴിച്ചാലും എന്താണെങ്കിലും ഒരു പിടി ചോറുണ്ടെങ്കിൽ ആൾക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വൈകുന്നേരത്ത് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലത്തെ അരിയൊക്കെ ഇടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നേരം വൈകിട്ടാണ് എണീറ്റത്. ഞാൻ 7:30 ആകുമ്പോഴാണ് കേട്ടോ എണീറ്റത്. പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല, സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ചയുണ്ട്. അപ്പോൾ എന്തായാലും ലീവാണ്. പിന്നെ ഏട്ടനില്ലാത്ത ദിവസങ്ങളിൽ പിന്നെ ഞങ്ങൾ മെല്ലെ എണീക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ 6 മണിക്ക് എണീപ്പിച്ച് വിടും. കാരണം ഏട്ടന് പോകണമല്ലോ, 7 മണിയാകുമ്പോൾ പോകുന്നതുകൊണ്ട് ഏട്ടനെ കഴിക്കാനുള്ളത് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത്തിരി 6 മണിക്കൊക്കെ എണീക്കും, 6 മണിക്ക് 6:30 എണീക്കും. ഏട്ടനില്ലാത്തതുകൊണ്ട് 7:30 കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അങ്ങനെ ഞാൻ ചോറിന് അരിയിടുന്ന മുമ്പ് കുറച്ച് വെള്ളമൊക്കെ തെക്കി വെച്ചിട്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ളത്, എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടായി വരുമ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഞാനിതാ മുരിങ്ങ പൊട്ടിച്ചിട്ട് വന്നില്ലേ, അതൊന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ മുരിങ്ങ നന്നാക്കണത് ഒരു പണി തന്നെയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നും നേരെയാക്കണം. നമ്മൾ മീനൊക്കെ വാങ്ങിച്ചാൽ നല്ല നുള്ളി എടുക്കില്ലേ നമ്മൾ നത്തോലി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ, എന്നപോലെ തന്നെയാണ് ഈ മുരിങ്ങയിലയും. പിന്നെ ഇപ്പോൾ കോഞ്ചിൽ അങ്ങനെയുള്ളതൊക്കെ ആ ഒരു ചെറിയ തണ്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് വയറിനൊന്നും ശരിയാവില്ല. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും ചിലപ്പോൾ പറ്റില്ല, വയറുവേദന വയറിളക്കം അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഈ പരമാവധി നമ്മൾ ഈ ഒരു തണ്ടൊന്നും പെടാണ്ടാണ് കേട്ടോ മുരിങ്ങിൻ്റെ ഇല എടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ പരിപ്പിട്ടിട്ടോ അല്ലെങ്കിൽ വറുക്കുകയോ വൻപയർ ഇട്ടിട്ട് ഉപ്പേരി വയ്ക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മുട്ടയിലിട്ട് വറുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പരിപ്പിട്ടിട്ട് കടയണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പരിപ്പിട്ടിട്ട് കടഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുരിങ്ങയിലയൊക്കെ ഊരി വെച്ചു. പിന്നെ ഞാനിതാ
പിന്നെ ഞാൻ ഉപ്പേരി വെക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉണക്ക മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനുണ്ടാകുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ചമീൻ കൊണ്ടുവരും. എന്താണ് നമ്മുടെ സാധാരണ അയിലയോ മത്തിയോ അങ്ങനെ വേറെ ചൂരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇപ്പം പിന്നെ ഒരാഴ്ചയായിട്ട് മീനും മാനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ കൊതി തോന്നിയിട്ട് മാന്തൾ മീൻ ഉണക്ക കഴിക്കാൻ തോന്നിയിട്ട് ഒരു 1/4 കിലോ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നലെ വറുത്തു, ഇന്നിപ്പോൾ അതന്നെ എടുത്തിട്ട് വറുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, ഇതിൽ ഉപ്പൊന്നും അധികം ഇല്ല കേട്ടോ. ചില മാന്തൾ മീൻ വാങ്ങിച്ചാൽ നല്ല ഉപ്പായിരിക്കും. അപ്പോൾ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക, അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലിട്ട് വെക്കുകയൊക്കെ ചെയ്താൽ മതിയിട്ട് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീൻ പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ മഴക്കാലത്തൊന്നും സാധാരണ ഈ മാന്തൾ മീനോ ഉണക്ക മീനൊന്നും വാങ്ങിച്ച് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വാങ്ങിക്കുകയാണെങ്കിൽ നോക്കിയും കണ്ട് വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിൽ ഒരു പൂപ്പൽ പോലെ ചുവന്ന നിറത്തിൽ കംപ്ലൈൻറ്റ് വരും. അങ്ങനെ ഞാൻ മീനൊക്കെ നേരെയാക്കി വെച്ചു. 3-4 വട്ടം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഉപ്പൊന്നും മാറാനായിട്ട്. ഇനിയിപ്പോൾ മുരിങ്ങയില കടയാനായിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും 3-4 പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഉള്ളൂ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ പച്ചമുളക് കുറച്ച് അധികം എടുക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങ ഇലയിൽ നമ്മൾ സാധാരണ തക്കാളിയൊന്നും ഇടാറില്ല അല്ലേ. അത് ഞാനിത് പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടയുന്നത് കൊണ്ട് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നും വേണ്ട. അത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് വറമുളകുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള, ഒരു കുഞ്ഞു സവാള ഉണ്ടല്ലോ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അരിഞ്ഞ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും ഇട്ട് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കുക്കറിനകത്ത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ചോറൊക്കെ ആയതിന് ശേഷം ഞാനിതാ കറിയൊക്കെ അടുപ്പത്താക്കിയത്. കണ്ടില്ലേ, നല്ലോണം അങ്ങോട്ട് വഴണ്ട് വരണം കേട്ടോ. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വഴണ്ട് വരണം. എന്നിട്ടാണ് നമ്മൾ പരമാവധി വഴണ്ട് വന്നതിന് ശേഷം പരിപ്പും ഇടാം. കാരണം മുരിങ്ങ ഒരുപാട് ഇട്ടിട്ട് തിളപ്പിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് അങ്ങോട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് പരമാവധി തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാട്ടിയതിന് ശേഷം ഇതുപോലെ മുരിങ്ങയില കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഊരിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാരിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മുരിങ്ങ ഒന്ന് ഈ ഉള്ളിയും തക്കാളിയുടെ കൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. മുരിങ്ങയില പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ച് വയ്ക്കുക, പിന്നെ ഇതുപോലെ താളിക്കുക, കഞ്ഞിവെള്ളത്തിൽ താളിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇവിടെ പിന്നെ മുരിങ്ങയില കഴിപ്പിക്കാൻ അത്ര പാടൊന്നുമില്ല കേട്ടോ. മുരിങ്ങയില ഞാൻ പരിപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ 2 പ്രാവശ്യമെങ്കിലും ചോറ് കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയിലയോട്. ചില കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ജീവനാണ് മക്കൾക്ക്. അപ്പോൾ മുരിങ്ങയില ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ നമ്മുടെ അവിടെ അധികം നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അടുത്ത വീട്ടിലൊക്കെ പോയി പറിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങയില ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുത്തിട്ട് കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പോരാത്ത പോലെ തോന്നിയിട്ട് അപ്പോൾ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. പിന്നെ ഈ പരിപ്പും മുരിങ്ങയിലയും തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് യോജിച്ച് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് കഥകളൊക്കെ പറഞ്ഞ് നന്നായിട്ട് യോജിച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മാന്തൾ മീൻ ഒന്ന് ഉപ്പും മുളകൊക്കെ പുരട്ടി വയ്ക്കുക കേട്ടോ. ഉപ്പല്ല, നമ്മൾ മുളക് മഞ്ഞൾപ്പൊടിയും മാത്രം ഇടുക കേട്ടോ. നമ്മൾ ഉണക്കമീനിൽ ഉപ്പിടില്ലല്ലോ. ചിലപ്പോൾ ഞാനിതുപോലെ ഓർക്കാണ്ടൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, പണ്ട് ഉപ്പ് ചേർത്തിട്ട് വറുത്തിട്ടുണ്ട്. പിന്നെ വായി വയ്ക്കാൻ പറ്റാത്ത ഇതായിരുന്നു. കാരണം അപ്പം അങ്ങനെ അറിയില്ല ഉപ്പിടാൻ പാടില്ലെന്ന്. ചിലപ്പോൾ മറന്നിട്ടിടും, അങ്ങനെ അറിയാണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ പരിപ്പൊക്കെ നന്നായിട്ട് മുരിങ്ങയിലയിലിട്ട് നന്നായിട്ട് തിളച്ച് നല്ല യോജിച്ച് വന്നിട്ട് നന്നായിട്ടൊന്ന് കടഞ്ഞു കൊടുക്കുക കേട്ടോ.
എന്താ പറയുക കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കടഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല. ഈ ഒരു പരിപ്പിൻ്റെ ആ ഒരു കൊഴുപ്പും മുരിങ്ങയിലിൻ്റെ ആ ഒരു ഇതന്നെ ഉള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിൽ ഉള്ളി വെളുത്തുള്ളി ഒന്ന് കാച്ചി ഒഴിക്കുകയോ അല്ലെങ്കിൽ ചെറുള്ളി കാച്ചി ഒഴിക്കുകയൊക്കെ ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിന് നിന്നില്ല. പിന്നെ ഞാൻ അടുപ്പത്ത് കൂട്ടാനൊക്കെ ആയപ്പോൾ പിന്നെ വീണ്ടും അതിൽ തീയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാന്തൾ മീൻ അടുപ്പത്ത് തന്നെ വറുക്കാമെന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ വറുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ അടുപ്പിൽ വറുക്കണതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഗ്യാസിൽ വയ്ക്കുമ്പോൾ ഈ നടുഭാഗത്ത് മാത്രം പെട്ടെന്ന് കരിഞ്ഞിട്ട് സൈഡിലുള്ള മീനുകളൊന്നും അങ്ങനെ വെന്ത് കിട്ടാറില്ല. അപ്പോൾ അത് തിരിച്ചും മറിച്ചും അങ്ങോട്ട് മാറ്റി ഇടത്തൊക്കെയാണ് വേവിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ തീയായിരിക്കും കത്തുന്നത്. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒരേപോലെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ, മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ പെട്ടെന്ന് ആകുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നതിനേക്കാളും പെട്ടെന്ന് എനിക്ക് ഇതിൽ ആയി കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ ഇട്ടതിൻ്റെ 2 മിനിറ്റും കൂടെ വേണ്ട, അപ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വരാറായിട്ടുണ്ട്. പിന്നെ മാന്തൾ മീൻ എപ്പോഴും എനിക്കിങ്ങനെ ഒരുപാട് അങ്ങനെ മൊരിച്ചെടുക്കുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്നാൽ ഇത്തിരി മൊരിയും വേണം. നമുക്കിങ്ങനെ മാന്തി എടുക്കുമ്പോൾ ദശ അങ്ങനെ കിട്ടണം. ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ മീൻ വറുക്കുക. അപ്പോൾ എന്തായാലും മീനൊക്കെ വറുക്കാൻ വെച്ചു. നമ്മുടെ മുരിങ്ങയില കറിയും എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ വറുത്തതിന് ശേഷം ഇനിയിപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ചോറ് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നണ്ട. കാരണം നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ മാക്സിമം വീടുകളിലും ഇങ്ങനെ തന്നെ കേട്ടോ, രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കും. വൈകുന്നേരങ്ങളിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുക. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മുതലേ ഇത് തന്നെ 3 നേരവും ചോറൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആണ് ഞാനിങ്ങനെ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചോറുണ്ണാനിരിക്കുക കേട്ടോ. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്കും ചോറും കറിയൊക്കെ ആയി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു പരിപ്പും മുരിങ്ങയിലയും കടഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കും നല്ല ഇഷ്ടമായി. പിന്നെ തക്കാളി ഇട്ടെന്ന് വെച്ചാൽ തക്കാളിയുടെ പുളിപ്പൊന്നും അങ്ങനെ ഇല്ല, നമ്മൾ ചെറിയൊരു തക്കാളിയിലേ ഇട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും കൂടെ കടഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാന്തൾ മീൻ വറുത്തത്, എന്ത് രസമാണെന്നറിയാം ഇങ്ങനത്തെ കറികൾക്ക് ഈ ഉണക്കമീൻ വറുത്തിട്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയ 2 ഉള്ളി പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു 10:30 ആയപ്പോൾ ഞാൻ ചാരുമുനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ടാവും, കുറേ ആയിട്ട് ഇവൾക്ക് ഇങ്ങനെ വയറുവേന എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ സ്കാനിങ് ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിപ്പോർട്ടൊന്ന് കാണിക്കണം, അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത്തവണ ഞാൻ രാജീവ് ഗാന്ധിയിലാണ് കാണിച്ചിട്ടുള്ളത്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗവൺമെൻറ്റിൽ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇച്ചിരി ഭേദമൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല. എനിക്കും അവിടെ തന്നെ കാണിക്കണം എന്നാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സൗകര്യത്തിന് ഇതാണ് നല്ലത്. കാരണം ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ അവിടേക്ക് പോകാമെന്നില്ല കേട്ടോ, ടൗണിലേക്ക് പോകാമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ രാജീവ് ഗാന്ധിയിൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ടൊന്ന് കാണിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാനും ചാരും കൂടെ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഡോക്ടറിനെ കാണിക്കാനായിട്ട് പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് തിരക്ക് പറയാനൊന്നുമില്ല. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ പോലെ തിരക്കും കാത്തു നിൽക്കുക അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ കയ്യിൽ കാശ് മാത്രം മതി. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് പിന്നെ വന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്കൊക്കെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തുള്ള പണികളാണ്. വൈകുന്നേരം പിന്നെ ഒരു 5:30 ആയപ്പോൾ ഞാൻ പിന്നെ അടുക്കള പണികളൊക്കെ തുടങ്ങിയിട്ടാണ്. കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കുക, അതെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇന്നിപ്പോൾ വൈകുന്നേരം ചപ്പാത്തി തന്നെയായിട്ടാണ് ഉണ്ടാക്കിയത്. കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചപ്പാത്തിയും കിഴങ്ങ് കറിയും കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ മസാല ഇടാണ്ട് കിഴങ്ങ് കറി വെക്കുമല്ലോ, അതുപോലത്തെ കറിയാണ്. ഇവിടെ മസാല ചേർത്തിട്ട് കിഴങ്ങ് കറി വെച്ചാൽ എനിക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. പിള്ളേർക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ കിഴങ്ങ് കറി വെക്കാനായിട്ട് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി മുമ്പും കാണിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയണേ ഉള്ളൂ.
എന്താണ് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാട്ടോ, അത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ വറമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ നമ്മൾ കിഴങ്ങ് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചതും കൂടെ ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആവശ്യത്തിന് കുറുകി എടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് കുറച്ച് ചാറ് പോലെ എടുക്കാം. അങ്ങനെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേക്ക് ആ ചട്ടിക്കുട്ടി ഇവിടെ വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്ക് കത്തിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പരത്തിയെടുക്കാം കേട്ടോ. കൈവഴി ഓരോന്നായിട്ട് പരത്തി വെച്ച് അതൊന്ന് ചുട്ടെടുക്കണം. എന്നിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ നേരത്തെ കഴിക്കും കേട്ടോ. ഏട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ നേരത്തെ ഒരു 7:30 8 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടക്കും. ഉറങ്ങിയില്ലെങ്കിലും നമ്മൾ TV കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനിതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണം. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് വെച്ചാൽ ആകെ ബഹളമായിരിക്കും, നല്ല തിരക്കായിരിക്കും. രാവിലെ ആണെങ്കിലും ഒന്നിനും സമയം കിട്ടില്ല. സ്കൂൾ തുറക്കണ വരെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക ആയാസത്തിൽ പണിയെടുക്കൽ. പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെ പിന്നെ സ്കൂൾ തുറന്നാൽ പിന്നെ രാത്രി തന്നെ പണികളൊക്കെ ചെയ്ത് വെക്കണം രാവിലത്തേക്കുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് സെറ്റാകും നമ്മൾ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വന്നപ്പോൾ പിന്നെ അങ്ങനെ സംസാരിച്ച് പിന്നെ അത് കഴിക്കാനും അതൊന്നും എടുത്തതൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ മറന്നു പോകും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോകും. വേഗം വിശന്ന് വെച്ചാൽ പിന്നെ കഴിക്കാനായിട്ട് TVൻ്റെ മുമ്പിൽ പോയി ഇരുന്ന വീഡിയോ എടുക്കലൊന്നും ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളത് കഴിച്ച് കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ലൈക്ക് അടിക്കാനും മറന്നു പോകണ്ട. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.